രാവിലെ തന്നെ ക്രിക്കറ്റും കഴിഞ്ഞ് ഇരിക്കുന്ന ഇരിപ്പാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരെ പോയത് ബാത്റൂമിലേക്കായിരുന്നു. നമ്മളെ റൂഹിനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ അമ്മ ജിമ്മിനൊക്കെ പോകുന്നത് കൊണ്ട് ഇടയ്ക്ക് ഞങ്ങളായിട്ടോ കുളിക്കൽ. പിന്നെ പമ്പേഴ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു വേറൊരു മൂഡാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ഒരു പഴയ കാറുണ്ട്. എന്നാൽ ആ ഒരു മാസം മുമ്പ് എടുത്ത കാറാണ്. ആകെ 5-6 വട്ടം ഞാൻ ഓടിയിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഇങ്ങനെ പുതിയ വന്നുകൊണ്ടിരിക്കും. പൈസയ്ക്ക് വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്ന ആൾക്കാരുടെ നിന്ന് കാർ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ JD സാറെ വെച്ച് കഴിഞ്ഞ് തള്ളിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ കുറേ തള്ളി, പക്ഷേ വണ്ടി ഓണായില്ല. ഞങ്ങൾ സൈഡാക്കി വെച്ച് നേരെ JDൻ്റെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. അപ്പം JDൻ്റെ വീട്ടിൽ പോയി റൂഹിയായിട്ട് കുറേ സംസാരിക്കുകയാണ്. JD സാറ് ചുളിവിൽ ഒരു ഉമ്മ തരുമോ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ റൂഹി കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും എൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് കുറച്ച് റീൽ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ റീലൊക്കെ എഡിറ്റ് ചെയ്ത് നേരെ ഓഫീസിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മളെ കാർ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ തള്ളി കൊണ്ടുവച്ച സ്ഥലമാണ് കേട്ടോ അത്. ഓഫീസിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ആകാശവും വൈകുന്നേരം മഴ ഇല്ലാത്ത സമയത്തൊക്കെ നല്ല രസമാണ്. ഏകദേശം ഓഫീസിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ സൈലത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പം ഓഫീസിൽ കയറി നേരെ ഞാൻ പോയത് 5th ഫ്ലോറിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് കുറച്ച് പ്രൊമോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ കൺഫേം ചെയ്തു. ഈ ടീമാണ് നമ്മുടെ ഡിജിറ്റൽ ടീം. ഇവർ പൊളിയാട്ടോ. ഒരുപാട് കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ കാണുന്ന ഈ ടീമിലൂടെയാണ്. പിന്നെ നമുക്ക് 9ാം ക്ലാസ്സിലെ കുട്ടിയെ കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാണ്ടായിരുന്നു. ആ സെറ്റ് ചെയ്യുന്ന സമയത്താണ് മിഥില മിസ്സു ഷഫീഖ് സാർ അവിടെ എന്തോ ബടായി പറഞ്ഞ് കേട്ടത്. അപ്പോൾ ലൈവ് ഒന്ന് കയറി, രണ്ടാമത്തെ കയറിൻ്റെ ഇടയിൽ ചെറിയ ചായ കുടിക്കാൻ വേണ്ടി ഞാനും പൈസ സാറും പുറത്തിറങ്ങി കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് പൈസ സാറിൻ്റെ കാർ എടുത്ത് ഞങ്ങൾ ഓഫീസിൽ തന്നെ വന്നു. അവന് കുറേ ആലോചിച്ചു എന്താ ഇപ്പം ചെയ്യുക, എന്താ ഇപ്പം പറഞ്ഞിട്ട് കിളി പോയൊരു അവസ്ഥയായിരുന്നു. ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞ് 12 മണിയുടെ അടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയത്ത് സോഷ്യൽ സയൻസ് ആയിരുന്നു SLCക്ക്. അപ്പോൾ അവരുടെ ടീം എല്ലാവരും ഉണ്ട്. ഹിന്ദി ഉണ്ടായിരുന്നു. ബാബു സാറാണ് ആ കോർണറിൽ കാണട്ടോ. അവർ നേരത്തെ പറഞ്ഞ അതേ ഫീലിൽ തന്നെയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, എല്ലാവരുടെയും കിളി പോരാൻ. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ക്ലാസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. ക്ലാസ്സിൽ കയറിയ സമയത്ത് രണ്ടാമത്തെ ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളോട് 80,000 ലൈക്ക് ആക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ കുട്ടികൾ ലൈക്കൊക്കെ അടിച്ച് സെറ്റ് ചെയ്തു കേട്ടോ. എന്തായാലും വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഓഫീസിൽ വന്നപ്പോൾ അമീൻ സാറുണ്ട്. മിഥില മിസ്സിനെ വെച്ചുള്ള ഏതൊരു റീൽ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂപ്പരെ ഇൻസ്റ്റയിലൊക്കെ വരുമായിരിക്കും, എന്താണെന്ന് അറിയില്ല. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ കോഴിക്കോട് രാത്രി 2 മണിക്ക് പോവുകയാണെങ്കിലും ഓണായിരിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം കേട്ടോ ഇത്. ഫുള്ള് വെളിച്ചവും കാര്യങ്ങളാണ്. നമുക്കൊരു പേടിയില്ലാതെ തന്നെ കോഴിക്കോട്ടോട് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം കൂടിയാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം 2 മണിയാണ്. വീട്ടിൽ ഏകദേശം 2:30 ആയിട്ടുണ്ട് എത്താൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാ.